നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരം നോക്കുകയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ FC വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മത്സരമായിരുന്നു. അതിൽ 3 ഗോളിന് ഈസ്റ്റ് ബംഗാൾ FCനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. മോഹൻ ബഗാനാകട്ടെ ഗോളുകൾ നേടിക്കൊടുത്തത് ജെസിൻ കുമിൻസ്, ഡിമിട്രി പെട്ടറോറ്റസ്, അതേപോലെ തന്നെ ലിസ്റ്റൺ കൊളോസോ എന്നിവരാണ് ഓരോ ഗോൾ വെച്ച് അടിച്ചു കൊടുത്തത്. ആശ്വാസ ഗോളായിട്ട് ഈസ്റ്റ് ബംഗാളിന് നേടിക്കൊടുത്ത ആരാന്ന് നോക്കുകയാണെങ്കിൽ ക്രിസ്പോ എന്ന് പറയുന്ന വിദേശ താരമാണ്. എന്തായാലും പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ് മോഹൻ ബഗാൻ. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇന്നത്തെ ISL മത്സരം നോക്കുകയാണെങ്കിൽ പഞ്ചാബ് FC നേരിടാൻ പോകുന്നത് കരുത്തരായ FC ഗോവനെയാണ്. പഞ്ചാബ് FC 9-ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ. FC ഗോവയുടെ പോയിന്റ് ടേബിളിൽ ടോപ്പ് 4-ൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കുള്ള വമ്പൻ സൈനിങ്ങുകളെല്ലാം നടത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്നു വന്ന പേരായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് FC ഗോവയുടെ വിങ്ങർ സ്ഥാനത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മൊറോക്കൻ താരം നോവ സദോയ് എന്ന് പറയുന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിക്കാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓരോ ദിവസം കൂടും തോറും ഓരോ സൈനിങ് പ്രഖ്യാപനം നടത്താനായിരിക്കണം ബ്ലാസ്റ്റേഴ്സിൻ്റെ പദ്ധതി. എന്തായാലും അടുത്ത സീസണിലേക്ക് വേണ്ടിയുള്ള സൈനികങ്ങളെ ഇപ്പോൾ എല്ലാ ടീമുകളും നോട്ടം വിട്ടിരിക്കുകയാണ്. കാരണം ഈ സീസണിൽ ISL മികച്ച താരങ്ങൾ തന്നെയുണ്ട്, സ്ട്രൈക്കർ പൊസിഷനിലും ഡിഫൻഡർ പൊസിഷനിലെല്ലാം കളിക്കാൻ. അതുകൊണ്ട് തന്നെയായിരിക്കണം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ മുൻകൂട്ടി ഈ താരത്തിനെ സൈൻ ചെയ്യിപ്പിക്കാൻ ഒരുങ്ങുന്നത്. എന്തായാലും ഏകദേശം സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രം നമുക്ക് ഇനി കിട്ടിയാൽ മതിയാകും. എന്തായാലും നോവ സദോയ് ഇനി അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടും ഏകദേശം ഉറപ്പായിട്ടുണ്ട്. വീഡിയോ നിർത്തുന്നു. താങ്ക് യു ഗൈസ്.